ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത് ലൈഫിൽ ഒരുപാട് ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, ചാറ്റിങ്ങിലൂടെ എങ്ങനെ ഒരു പെൺകുട്ടീനെ സെറ്റാക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നേരിട്ട് സംസാരിക്കാൻ പേടിയുള്ളവരാണ് കൂടുതലായിട്ട് ഈ ചാറ്റ് ചെയ്യണത് അല്ലേ? അപ്പോൾ ഈ ചാറ്റിംഗ് എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു പെൺകുട്ടീനെ ചാറ്റ് ചെയ്തിട്ട് ഒന്ന് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കാം. വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലേ നിങ്ങൾ എപ്പോഴും ഒരു പെൺകുട്ടിയുടെ നമ്പറൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കുക. അങ്ങനെ നിങ്ങൾ നമ്പറൊക്കെ വാങ്ങിയിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം ഫണ്ണി ആയിട്ട് സംസാരിക്കുക എന്നതാണ്. അതായത് ഫ്രണ്ട്ലി ടോക്ക്. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ആവശ്യം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് തമാശ പറയുന്ന ഒരു പാർട്ട്ണറിനെയാണ്. ഒരിക്കലും തമാശയെ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടികൾ ഉണ്ടാവില്ല. അവർക്ക് തമാശയൊക്കെ പറഞ്ഞ് അവരെ കളിപ്പിച്ച് ചിരിപ്പിച്ച് അങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു പാർട്ട്ണറെയാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പെൺകുട്ടിയുടെ നമ്പറൊക്കെ വാങ്ങിയിട്ട് അവളോട് ചാറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നല്ല തമാശയൊക്കെ പറഞ്ഞിട്ട് ഫണ്ണി ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്രണ്ട്ലി ടോക്ക് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംസാരമൊന്നും ആ ഒരു ടൈമിൽ ആരും സംസാരിക്കാൻ പോകരുത്. അതാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ ബാഡ് വേർഡ്സ്, അതായത് ചീത്ത വാക്കുകൾ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ദേഷ്യം വരുമ്പോഴത്തേക്ക് ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കുന്ന ആളുകൾ. അങ്ങനത്തെ മോശപ്പെട്ട വാക്കുകൾ ഈ ചാറ്റിങ്ങിൽ ഉള്ള സമയത്ത് ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാക്സിമം നല്ല നല്ല വേർഡ്സും കാര്യങ്ങളൊക്കെ അവരോട് എപ്പോഴും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരെ ബോറടിപ്പിക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അതായത് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ച് ഇങ്ങനെ ചാറ്റ് ചെയ്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്നു, ഇവന് വേറെ പണിയൊന്നുമില്ലേ, ഒരു സമയം പോക്കില്ലാഞ്ഞിട്ടാണോ എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോട്ട് അവർക്ക് എപ്പോഴും ഉണ്ടാവാം. അതുകൊണ്ട് അവരെ ബോറടിപ്പിക്കാതെ എപ്പോഴും ഇങ്ങനെ തുരുതുരാ മെസ്സേജ് അയക്കാതെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ടൈം എടുത്തിട്ട് വേണം നിങ്ങൾ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ആകെ ഒരു ശല്യമാകത്തേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതും ഒരു മൂന്നാമത്തെ ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഡിസ്റ്റർബൻസ് ചെയ്യരുത്. അതായത് അവരെങ്ങനെ എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്യരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പുറകെ നടന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, നീ എന്നിൽ നിന്നും എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ പറ ഇങ്ങനെ പുറകെ നടന്നിട്ട് പറന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ദേഷ്യം വരികയും ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ആക്കാനുള്ള ചാൻസ് വരെ ഉണ്ട്. കാരണം ചില സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സങ്കടമോ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചു നേരം അവർക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടും എവിടെയെങ്കിലുമൊക്കെ ഇരിക്കണം തനിച്ച്. അവരിങ്ങനെ തനിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ പുറകെ നടന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലുന്നത്. കുറച്ചു നേരം തനിച്ചിരിക്കുമ്പോഴത്തേക്കും അവരെ ഓക്കെ ആവും. അതായത് അവരുടെ മൈൻഡൊക്കെ ഒന്ന് കൂളായി കഴിയുമ്പോൾ അവർ തന്നെ ആ കാര്യങ്ങൾ എന്താണെങ്കിലും നിങ്ങളോട് ഓപ്പണായിട്ട് പറയും. പിന്നെ ഇങ്ങനെ പുറകെ നടന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്തിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് ദേഷ്യം തോന്നത്തേ ഉള്ളൂ. നിങ്ങൾ തനിച്ചിരുന്നാൽ പോലും കുറച്ച് സമാധാനം കൊടുക്കില്ല എന്നുള്ളൊരു തോട്ട് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരൊരിക്കലും നിങ്ങളെ പ്രണയിക്കത്തില്ല. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോജീസ് ആണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഫോണിലാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ വാട്സപ്പിലാണെങ്കിലും ഇഷ്ടം പോലെ ഇമോജീസ് ഉണ്ട്. എന്തിനും ഏതിനും ഇമോജീസ് മാത്രം യൂസ് ചെയ്യുന്ന കുറേ ആളുകളുമുണ്ട്. അങ്ങനെ ഇമോജീസ് തന്നെയായിട്ട് ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് അയക്കരുത്. അവൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം വന്ന് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ഇമോജി അയച്ചു ഇറങ്ങിപ്പോയി. വീണ്ടും അവൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിക്കും, നിങ്ങളൊരു ഇമോജി അയക്കും ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ഇമോജീസ് തന്നെ അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് ദേഷ്യം വരത്തേ ഉള്ളൂ. കാരണം അവൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത് നിങ്ങളോട് അറിയാൻ വേണ്ടിയൊക്കെ ആയിരിക്കണം. ആ ഒരു സമയത്ത് ഇപ്പം ഇമോജീസ് തന്നെ അയക്കുകയാണെങ്കിൽ അവൾക്ക് ദേഷ്യം വരത്തുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, അവൾ നിങ്ങളോട് ചോദിക്കുകയാണ് കഴിച്ചോ, അതായത് ഫുഡ് കഴിച്ചോ, അപ്പോഴത്തേക്കും നിങ്ങൾ അയക്കുകയാണ് ഒരു ഇമോജി തമ്പിൻ്റെ അയക്കുകയാണ്. പിന്നെ അവൾ ചോദിക്കുകയാണ് എന്താണ് കഴിച്ചത്, അപ്പോൾ ഇതാ ഒരു ചിക്കൻ്റെ ഒരു ലെഗ് ആ ഒരു ഇമോജി നിങ്ങൾ അയക്കുകയാണ്. എവിടെയാണ്, അപ്പോൾ നിങ്ങൾ വീണ്ടും അയക്കണം വീടിൻ്റെ ഒരു ഇമോജി. ഇങ്ങനെ ഇമോജീസ് തന്നെ അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് ആകെ ഡിസ്റ്റർബൻസ് ആകുകയും ദേഷ്യം വരത്തേ ഉള്ളൂ. എന്ത് ചോദിച്ചാലും ഇമോജി തന്നെ. പിന്നെ അവൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള താല്പര്യം ഉണ്ടാവത്തില്ല. പിന്നെ അവൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അത് പറയാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇമോജീസ് അങ്ങനെ അയക്കുകയോ വേണ്ട. അങ്ങനെയാണെങ്കിൽ തന്നെ അവൾക്ക് നിങ്ങളോട് മിണ്ടാനൊരു താല്പര്യമൊക്കെ തോന്നത്തേ ഉള്ളൂ. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ കെയറിങ് ആണ്.
അതായത് വളരെ ഓവറായിട്ട് നിങ്ങൾ അങ്ങോട്ട് കെയർ ചെയ്യുകയാണ്. ഇപ്പം ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഒരു ചുരിദാർ ഇട്ടേക്കുന്നെങ്കിൽ നിന്റെ ഷോൾ എന്തി, നീ എന്താ ഷാൾ ഇടാതെ പുറത്തു പോയത്, നീ ഫുഡ് കഴിച്ചോ, നീ എന്തിനാണ് ഫ്രണ്ട്സിനോട് ഇങ്ങനെ കറങ്ങാൻ പോകുന്നത്, നിനക്ക് 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറിക്കൂടെ. ഇങ്ങനെ എന്തിനും ഏതിനും ഓവറായിട്ട് കെയറിങ് കാണിക്കുകയാണെങ്കിൽ പൊതുവെ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ദേഷ്യമാണ് തോന്നത്തുള്ളൂ. അല്ലാതെ അവളെ അവളുടെ വഴിക്ക് വിടുക, അവൾക്ക് ഇഷ്ടമുള്ള എന്താണോ അങ്ങനെ ചെയ്തോട്ടെ, അത് മതി. അല്ലാതെ എന്തിനും ഏതിനും ഇങ്ങനെ ഓവറായിട്ടുള്ള കെയറിങ് ഒന്നും ആരും കാണിക്കാൻ പോയേക്കരുത്. ഇനി 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ആണ്. അതായത് എന്തിനും ഏതിനും നിങ്ങൾ ചാറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ വെക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾ 2 ദിവസം ഒന്ന് ചാറ്റ് ചെയ്തു, സംസാരിച്ചു. 3ാമത്തെ ദിവസം നിങ്ങൾ ഇങ്ങനെ ലിമിറ്റേഷൻസ് വെക്കുകയാണ്. നീ രാത്രിക്ക് ആരോടാണ് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത്, 12 മണി കഴിഞ്ഞിട്ടും നീ ഓൺലൈൻ ഉണ്ടല്ലോ, നിനക്ക് എന്നാണ് പരിപാടി. അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിലാണെങ്കിൽ നീ ബാക്കിയുള്ള ബോയ്സിനോടൊക്കെ എന്തിനാണ് മിണ്ടുന്നത്, അവൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ, അങ്ങനെ മിണ്ടാൻ കൊള്ളുന്നതല്ലാന്ന്, പിന്നെ നീ എന്തിനാണ് മിണ്ടുന്നത്. ഇങ്ങനെ എന്തിനും ഏതിനും കുറേ അധികം ലിമിറ്റേഷൻസ് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ദേഷ്യം വരികയും ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ആക്കാനുള്ള ചാൻസ് വരെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊന്നും വേറെ ആരുടെയും ലൈഫിൽ വെക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. ഇനി 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ്സ് ആണ്. അതായത് പെൺകുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കോംപ്ലിമെൻറ്റ്സ് കേൾക്കുക എന്നത്. അതായത് അവരെക്കുറിച്ചിട്ട് നല്ല നല്ല കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പോൾ പൊതുവെ ഗേൾസിന് ഭയങ്കരമായിട്ട് സന്തോഷമാവും. അതായത് നിന്റെ മുടി ഇന്ന് കെട്ടിയേക്കുന്ന കാണാൻ വേണ്ടി നല്ല രസമുണ്ട്, നീ ഇട്ടേക്കുന്ന കമ്മൽ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്, അങ്ങനെ. അല്ലെങ്കിൽ നീ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി നല്ല രസമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പറയാണ്, നിനക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നല്ലേ, ഓ നീ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണല്ലേ, കൺഗ്രാറ്റ്സ്, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് നിങ്ങളുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗേൾസിനോട് പൊതുവെ സംസാരിക്കുമ്പോഴത്തേക്കും കുറച്ച് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം മോശപ്പെട്ട വാക്കുകളൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവളുടെ അടുത്ത് ശ്രമിക്കുക. പിന്നെ ഇമോജീസ് തന്നെ വെച്ചിട്ട് ചാറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഓവറായിട്ടുള്ള കെയറിങ്ങും ലിമിറ്റേഷൻസും ഒക്കെ വെക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടീനെ നിങ്ങൾക്ക് ചാറ്റിങ്ങിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടീനെ തന്നെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ നിർത്തുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സിനും ഈ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിനും ഇങ്ങനെ ചാറ്റിങ്ങിലൂടെയൊക്കെ ആരെങ്കിലും സെറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചെടുക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.